What can I do for you, sir? I am Uday Verma. Oh, your room is ready, sir. Thank you. You have safety lockers in your rooms? Sorry, sir. You can have a shelf in the room. See, this is a rare collection of diamonds. എനിക്കിത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. മിസ്റ്റർ വർമ്മ, ഈ രത്നങ്ങൾ അടങ്ങിയ പെട്ടി മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരുന്നതാണ് നല്ലത്. വർമ്മ, ഇനി നേരെ ചെയ്യാം. എല്ലാം പറഞ്ഞതുപോലെ എന്തുതന്നെ സംഭവിച്ചാലും എന്റെ നിർദ്ദേശം കിട്ടുന്നതുവരെ ഒളിവിൽ തന്നെ കഴിയണം. ഫോണിൽ പോലും ഞാനുമായി ബന്ധപ്പെടരുത്. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. പോയിക്കൊള്ളൂ. സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് വർമ്മയെ കൊല ചെയ്ത് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയത് രാമദാസ് എന്നൊരാളാണ്. ഇയാൾ സിറ്റിയിലെ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു ഹിന്ദുവാണെങ്കിലും സെന്റ് ജോസഫ് ചർച്ചിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു പ്രതി. അയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ചില ഫോട്ടോഗ്രാഫുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ ഫോട്ടോ. ഡയമണ്ട്സ് തട്ടിയെടുക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും വർമ്മയുടെ കോവിലകത്ത് നിന്നും ഇതേ തരത്തിലുള്ള രത്നങ്ങൾ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ ഡയമണ്ട്സ്. കൊലപാതകയെ പിടികൂടാൻ രാജ്യത്ത് എല്ലായിടത്തും പോലീസ് വലവീശിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ തുടങ്ങി അക്രമി കടന്നുകളയാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിലും അത്യന്തം ജാഗരൂകരായിരിക്കാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. രാംദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാമൂഹ്യ വിരുദ്ധനെ കണ്ടുമുട്ടുന്നവർ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു പ്രത്യേക അറിയിപ്പിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറയണേ. തപ്പ്.
കമ്മീഷണർ സർ. മനസ്സിലായില്ല. ശ്രീദേവി എന്ന് വെച്ചാൽ തെക്കേ കോവിലകത്ത് ഉദയവർമ്മ തമ്പുരാന്റെ മകൾ ശ്രീദേവി. കേട്ടിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ട് ഇറങ്ങിപ്പോയ മകളെപ്പറ്റി മിസ്റ്റർ വർമ്മ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇതുവരെ വന്നത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ? അപ്പോൾ വിവരങ്ങളൊന്നും ശ്രീദേവി അറിഞ്ഞില്ലേ? ഐ ആം വെരി സോറി. ഹി ഈസ് നോ മോർ. കരൾ രോഗം ബാധിച്ച് മരിച്ച് ഒരു തോമസിന്റെ ശരീരം ഉദയവർമ്മയുടെ ഒന്നും പറഞ്ഞ് സംസ്കരിച്ചത് ആരെ പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പോലീസുകാരുടെ കാര്യം. പക്ഷെ ഇപ്പോൾ ഉദയവർമ്മയുടെ മകൾ ശ്രീദേവിയാണ് ചോദിക്കുന്നത്. ഒന്നും ഒളിക്കണ്ട. എന്റെ അച്ഛൻ എവിടെ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നിങ്ങൾക്കറിയാം എന്റെ അച്ഛൻ എവിടെയെന്ന്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയേണ്ട പലതും എനിക്കറിയാമെന്ന്. What do you mean? താങ്കളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. എപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എനിക്ക് എന്റെ അച്ഛനെ കാണണം. എനിക്കായിട്ടൊന്നും വെറുതെ ചെയ്യണ്ട. നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം. എനിക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് കൃത്യം 5:30 ഞാൻ ഹോട്ടൽ റിറ്റ്സിൽ കാണും. അതിനു മുൻപ് ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാൽ പിന്നെ നിങ്ങൾ എന്നെ തിരക്കേണ്ടതില്ല. അത് എന്റേതായിരിക്കും. ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ വന്നിരിക്കാൻ? പല ആണുങ്ങളോ മറ്റോ ആണ് ഇങ്ങനെ വന്നിടിച്ചെങ്കിൽ ഞാൻ അവന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയാണ്. ഇത്തിരി വേനിച്ചെങ്കിൽ ഒരു സുഖം തോന്നുന്നു, ഒരു കുളിർമ. ഡ്രൈവർ വണ്ടി വിടും. അതെങ്ങനെ വണ്ടി വിടും? ഇത് ഞാൻ പിടിച്ച വണ്ടിയല്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. ദൈവമേ, പടം തുടങ്ങിക്കണം. ആദ്യത്തെ സീൻ തൊട്ട് സ്റ്റണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. ഡ്രൈവർ പ്ലീസ് വണ്ടി വിട്. ഞാൻ ഒരു പടം കാണാൻ ഇറങ്ങിയതാ. എന്റെ കൂടെ വരുന്നേ? ഓക്കെ. It will be a pleasure. ഡ്രൈവർ വണ്ടി വിട്. ആരെ ഈ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത്? പലയിടത്തും വല്ല അടിച്ചോണ്ട് വന്നാന്ന്? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ഹോട്ടൽ പ്രസിഡന്റ് വരെ ഒന്ന് പോയാൽ മതി. നിങ്ങളെ ഹോട്ടൽ പ്രസിഡന്റ് കൊണ്ടുവിട്ടാ എനിക്കെന്ത് ലാഭം? ആദ്യം വന്ന് എന്റെ തലയ്ക്ക് ഇടിച്ചിട്ട് നിങ്ങൾ സോറി പറഞ്ഞു. അതുപോട്ടെ. ഞാൻ ഇത്രയും താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് കടാശിച്ചോ. അതുപോട്ടെ. സ്നേഹത്തിൽ ഒരു വാക്കെന്നോട് പറഞ്ഞോ? പ്ലീസ് സാർ, തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടൽ പ്രസിഡന്റ്. ഓഹോ, ഞാൻ സാറങ്ങ് വണ്ടി വിട്ടാട്ടെ. ചിലപ്പോ താൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറയും. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണെ കണ്ടപ്പോ മനസ്സിലായി പോയി. സാറിന് എത്ര ഇളകിയില്ല. പ്രസംഗിക്കാതെ വണ്ടി വിടറോ? ഹലോ, നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എന്നോട് 2 വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും. പക്ഷെ അടുത്ത് കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. പ്ലീസ്. താല്പര്യമില്ലല്ലേ? വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരൊക്കെയാ. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month and of course a good amount of commission also. ലവ് ലെറ്റർ ആയിരിക്കും. ഡ്രൈവർ എവിടെയെങ്കിലും പോസ്റ്റ് ബോക്സ് കാണുമ്പോൾ ഒന്ന് നിർത്തണം. ആ സൈഡിലുണ്ട്. പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ. അതെന്താ? സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ എന്നെ പോലെ ഒരാൾ അനുസരിക്കായിരിക്കും?
വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. നോ താങ്ക്സ്. ഏയ് ലക്ഷ്മി, എന്നെ കൊച്ചാക്കരുത്. ഐ വിൽ പേ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. മറ്റേ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യും. വേണ്ട. ഞാൻ ഫോൺ ചെയ്യും കേട്ടോ. കേട്ടോ. പണം തുടങ്ങിയ ഇപ്പൊ തുടങ്ങും. തുടങ്ങിയ ആ ചണ്ടു തുടങ്ങിയില്ല. ഇപ്പുറത്തെ ഓഹോ, അത് പെണ്ണുങ്ങടെ. ഹലോ. എന്താ പ്രശ്നം? എന്താ ശരി, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആ എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ വാ. Come on.